ഇന്നൊരു ഏലൈൻ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് ചൂടുകാലത്ത് നല്ല കംഫർട്ടായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു ഏലൈൻ കുർത്തിയും ഇത് അതിന് ജാക്കറ്റും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പണൊക്കെ കൊടുത്ത് കോളർ നെക്കൊക്കെ കൊടുത്തുകൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് കുർത്തി കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഏലൈനാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അതിന്റെ പുറത്തല്ലേ ഈ ജാക്കറ്റ് വരുന്നത്. നമുക്ക് ഏത് ജാക്കറ്റ് വേണമെങ്കിലും ഈ ഏലൈൻ കുർത്തിക്ക് വെയർ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏലൈൻ കുർത്ത ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഏലൈൻ കുർത്ത ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? ഇത്രയും നാൾ നമ്മൾ സ്ലീവ്ലെസ് ചെയ്തിട്ടില്ല. സ്ലീവ്ലെസ് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏലൈൻ കുർത്തി സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ലിറ്റ് അല്ലേ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന. പ്രത്യേകിച്ച് ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് സ്ലീവ്ലെസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നാലായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. നല്ല കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് എല്ലാം ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ എപ്പോഴും നമ്മൾ ഷോൾഡർ കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആം ഹോൾ എല്ലാം കറക്റ്റ് ചുളിവൊന്നും ഇല്ലാതെ കിട്ടുന്നത് കേട്ടോ. ഞാനിവിടെ ബാക്ക് നെക്ക് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് ലെസ് ചെയ്ത് എനിക്ക് ടോട്ടൽ ഷോൾഡർ 7.5 4 ഇഞ്ച് ലെസ് ചെയ്യുമ്പോൾ 7.25 ഇഞ്ച് കൊടുത്ത് 3 ഇഞ്ച് നെക്ക് വൈഡ് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കും 3 ഇഞ്ച് ഡീപ്പ്, ഫ്രണ്ട് നെക്ക് ഒരു 6.5 ഇഞ്ച് ഡീപ്പ് കൊടുത്ത് ഒന്ന് ഞാനിവിടെ സ്ക്വയർ വരച്ച് റൗണ്ട് നെക്കാണ് ഫ്രണ്ടും ബാക്കും കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിന്റെ പുറത്തൂടെ ജാക്കറ്റ് വരുന്നുണ്ട്, വേറെ മോഡലൊന്നും ചെയ്യുന്നില്ല. ഇനി ജാക്കറ്റ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ ടിപ്പ് എത്രയാണോ വേണ്ടത് അത് വിട്ട് നമ്മൾ നെക്ക് വൈഡ് അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഇപ്പം ഞാനിവിടെ 4 ഇഞ്ച് സ്ലോപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോള്, ഈ സ്ലോപ്പും തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണമല്ലോ ഷോൾഡർ യോജിപ്പിക്കാനുള്ള. അത് വിട്ട ശേഷം ഞാനിവിടെ 7.25 ഇഞ്ച് തന്നെ താഴോട്ട് ആം ഹോളും വരച്ചു കൊടുത്തിട്ട് ചെസ്റ്റ് കൊടുക്കുവാണേ. എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇഞ്ച് ടേപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് പിടിച്ച് നോക്കണം. കാരണം നമുക്ക് കറക്റ്റ് ആം റൗണ്ട് കിട്ടിയോ എന്നറിയാൻ വേണ്ടി. അതുകൂടെ ചെക്ക് ചെയ്താൽ നമുക്ക് ആ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി 15.5 ഇഞ്ച് ലെങ്തിലാണ് ഞാനിവിടെ മിഡ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 21.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഹിപ്പ് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 21.5 എന്നും 15.5 എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡറിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ മിഡ് വേസ്റ്റിന്റെ ഹിപ്പ് ഏരിയയുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഹിപ്പ് ഞാനിവിടെ ഒരു 10.5 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുവാണ്. ഇനി ഏലൈൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹിപ്പ് വണ്ണം മാർക്ക് ചെയ്താലോ ആ പോയിന്റിൽ നിന്നാണ് താഴോട്ട് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതാ ഇങ്ങനെ കറക്റ്റ് കോണിലോട്ട് വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ സീം അലവൻസ് കൂടെ വിടണം ഇവിടെ. അതുപോലെ നമുക്ക് കൂടുതൽ വണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മേളിലോട്ട് വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് മേളിലോട്ട് വെച്ച് ഈ മിഡ് വേസ്റ്റിന്റെ താഴേന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വണ്ണം കിട്ടും. അതേസമയം എന്താ ഈ ലെങ്ത് ഭാഗത്ത് ഈ ഒരു കോണ് കണ്ടോ കുറവായിട്ട് വരും. കാരണം ഇത് 2 മീറ്റർ ക്ലോത്തേ ഉള്ളൂ. ഞാൻ വീതിയുടെ ഭാഗത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ലെങ്ത് ഭാഗം എനിക്ക് തികയാത്തത് കൊണ്ട് ഈ കോണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ മാർക്ക് ചെയ്ത കണക്കിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും പാർട്ട് കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഒരു സ്ക്വയർ പീസ് എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. കാരണം നെക്ക് വൈഡ് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുത്തത്. 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ നിവർത്തി ഇടുമ്പോൾ അത് 6 ഇഞ്ചാണ് നെക്ക് വൈഡ്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഓരോ ഇഞ്ച് വേണം. അങ്ങനെ 8 ഇഞ്ച്. പിന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണം. അങ്ങനെ 9 ഇഞ്ചാണ് ഞാനിവിടെ വീതിയും നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ചല്ലേ നെക്ക് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. അവിടെയും മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് അല്ലാതെ വിടാനായിട്ട് അങ്ങനെ 1.5 ഇഞ്ച് കൂടുതലായിട്ട് 8 ഇഞ്ച് കൊടുക്കുവാണേ. അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിനും അതേ കണക്കിന് നമുക്ക് നെക്കിൻ്റെ വൈഡ് ലെങ്തും കണക്കിനും ബാക്കിലത്തേക്കും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നോക്കിയാണ് കോണ്. കാരണം നമുക്ക് നെക്ക് റൗണ്ട് ആയതുകൊണ്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കൊടുക്കുവാണ്. എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ 2 പീസിൻ്റെയും. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല വശങ്ങൾ കണ്ടോ നല്ല വശങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് പിൻ ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടും ബാക്കും നെക്ക് ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പാർട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഷോൾഡർ കണ്ടോ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ബാക്ക് പാർട്ടിനകത്താണ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം. തിരിച്ചടുത്ത സ്റ്റിച്ചിന് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വയ്ക്കണം. ബാക്ക് പാർട്ടിൻ്റെ ഈ ഫേസിങ് ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ അതിനെ ഇതുപോലെ കമിഴ്ത്തി വെച്ച് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി.
ഇനി നമുക്ക് നിവർത്തിയെടുക്കണം. നിവർത്തിയെടുക്കുമ്പോൾ എപ്പോഴും ചെയ്യാനുള്ളത് നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അയൺ കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നെക്കിന് നല്ല ഫിനിഷിങ് വരുന്നത്. ഇനിയാണ് നമുക്ക് സ്ലീവ് ചെയ്യാനുള്ളത്. സ്ലീവ്ലെസ് അല്ലേ, അപ്പോൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വേണം. ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഫസ്റ്റ് ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ സൈഡിൽ നമ്മൾ സാധാരണ സ്ലീവിന് എടുക്കുന്ന പോലെ കുറച്ച് പോർഷൻ ബാലൻസ് വന്നല്ലോ. അതിനെയാണ് ഞാൻ ഇതുപോലെ നിവർത്തിയിട്ട് കോണായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ സ്ലീവിന് 2 പീസ് വെച്ച് യോജിപ്പിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ 4 പീസും എടുത്തിട്ട് 2 പീസ് ഞാനിവിടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ശരിക്കും പറഞ്ഞ സ്ലീവ്ലെസ് നല്ല സിമ്പിളാണ് കേട്ടോ. അതാ ഇതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുത്ത പീസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ കോണായിട്ട് കട്ട് ചെയ്തെടുത്ത പീസിന് നീളത്തിന് ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഞാനിവിടെ ഒരെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫുൾ ലെങ്തും. അത് കഴിഞ്ഞാണ് നമുക്ക് സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമുക്ക് ഈ കോണായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ലെങ്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ, അതിനതാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കണ്ടതാ ഇതുപോലെ കിട്ടും നമുക്ക്. നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പതിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ല എങ്കിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. പതിച്ച് വെച്ചെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, തയ്യൽ തുമ്പ് നമ്മൾ ഇതിലോട്ട് പതിച്ച് വയ്ക്കണം. നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ, അതിലോട്ട് വേണം നമുക്കിങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ബോഡി പാർട്ടിലോട്ട് സ്റ്റിച്ച് വരാൻ പാടില്ല. ഈ കോണായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് നമുക്ക് ഈ തയ്യൽ തുമ്പൊന്ന് ചേർത്ത് വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. കണ്ടത് ഇതുപോലെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതായി ഇങ്ങനെ ഒന്ന് മടക്കി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ ഭംഗി കേട്ടോ. കാരണം പുറത്ത് സ്റ്റിച്ച് കാണത്തില്ല. അല്ലാതെ മെഷീൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല. ഹെമ്മിങ് ചെയ്താണ് നല്ലതെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹെമ്മിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ആ പുറത്തെ സ്റ്റിച്ചിങ് അറിയാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവ്ലെസ്സിൻ്റെ സ്റ്റിച്ചിങ്. ഇതിനൊന്ന് മടക്കി അകത്തോട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, പിന്നെ നമുക്ക് സ്ലീവ്ലെസ്സിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഷോൾഡർ ടിപ്പ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് നമുക്ക് ഈ ഷോൾഡർ ടിപ്പ് ചെയ്തെടുക്കുന്നത്. സ്ലീവ്ലെസ്സിന് നമുക്കിതുപോലെ ഫുൾ റൗണ്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കിവിടെ സ്ലീവ്ലെസ് സ്ലീവ് കിട്ടും. ഇനി വേറൊന്നുമില്ല, നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ബോഡി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ലെങ്ത് ഭാഗത്ത് കുറച്ച് ക്ലോത്ത് കുറവുണ്ടല്ലോ ഈ കോണിൽ, അതാ ഇതുപോലെ ഒന്ന് വേറൊരു ക്ലോത്ത് വെച്ച് കൊടുത്ത് ഈ കോണായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം മാർക്ക് ചെയ്ത് വെച്ച് അതേ കണക്കിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കഴിയുമ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ സ്ലീവ്ലെസ് ടോപ്പ് റെഡിയായി. കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഷോൾഡറും ഈ ആം റൗണ്ടും എല്ലാം കിട്ടും. ഞാൻ ആം റൗണ്ട് കുഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് ഞാൻ കുഴിച്ചു കൊടുക്കാത്തത്. ഇനി സ്ലീവ്ലെസ് കുഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് കുഴിച്ചു കൊടുത്ത ശേഷം ഈ ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഏത് ജാക്കറ്റിൻ്റെ കൂടെയും ഇത് വെയർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ ഈ ജാക്കറ്റിൻ്റെ കൂടെ അല്ല, ഇതിപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള എലൈൻ കുർത്തികൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജാക്കറ്റിൻ്റെ കൂടെയും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.